നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം 9 മണി വാർത്തകളിലേക്ക് ആദ്യം നോക്കാം ഈ മണിക്കൂറിൽ ഇതുവരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഇതുവരെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിൽ നാട് ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ ഗുരുവായൂരിൽ ഭക്തജന തിരക്ക് ഉച്ചകഴിഞ്ഞ് നാടെങ്ങും ശോഭായാത്രകൾ ആറന്മുളയിൽ അഷ്ടമി രോഹിണി വള്ളസദ്യ ആഘോഷ പരിപാടികളുടെ സമഗ്ര കവറേജുമായി ന്യൂസ് 18 തിരുവനന്തപുരത്ത് അമീബിക് മെനഞ്ചൈറ്റിസ് ബാധിച്ച 17-കാരന്റെ നില തൃപ്തികരം രോഗം ബാധിച്ചത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽക്കുളത്തിൽ നിന്ന് വെള്ളം മൂക്കിൽ കയറിയത് മൂലമെന്ന് സ്ഥിരീകരിച്ച് ആരോഗ്യവകുപ്പ് 3 കുട്ടികൾ നിരീക്ഷണത്തിൽ പൂവാർ സ്വദേശിയായ വിദ്യാർത്ഥി പൂളിൽ ഇറങ്ങിയത് കഴിഞ്ഞ ഓഗസ്റ്റ് 16-ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടരുന്നു ഇന്ന് അസമിൽ 19,000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും രണ്ടിടത്ത് പൊതുയോഗങ്ങളിൽ മോദി സംസാരിക്കും ഏഷ്യാകപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം രാത്രി 8-ന് ദുബായിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇരു രാജ്യങ്ങളും ആദ്യമായി നേർക്കുനേർ ഇന്ന് സഞ്ജു സാംസണും കളത്തിലിറങ്ങും ആദ്യ മത്സരങ്ങൾ ജയിച്ച് ഇരു ടീമുകളും മികച്ച ഫോമിൽ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു അവധിയെടുത്ത് സഭയിൽ നിന്ന് മാറി നിൽക്കണമെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവും ഒരു വിഭാഗം നേതാക്കളും സ്പീക്കർ എൻ ഷംസീറിന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 2 മണിക്ക് ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ NM വിജയന്റെ മകൾ പത്മജയുടെ ആത്മഹത്യാ ശ്രമ വിവാദങ്ങളിൽ കുഴങ്ങി വയനാട്ടിലെ കോൺഗ്രസ് പത്മജയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നേരെയുള്ള വിമർശനം തുടരുന്നു ചൈനയ്ക്ക് 50 മുതൽ 100 വരെ % തീരുവ ചുമത്താൻ നാറ്റോയോട് നിർദ്ദേശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവ കൂട്ടിയാൽ റഷ്യയ്ക്കുള്ള ചൈനീസ് സഹായം അവസാനിക്കുമെന്ന് നിഗമനം നാറ്റോ രാജ്യങ്ങൾ അംഗീകരിച്ചാൽ റഷ്യയ്ക്ക് മേൽ വൻ ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറെന്നും ട്രംപ് റഷ്യൻ എണ്ണ വാങ്ങരുതെന്നും നിർദ്ദേശം പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് നാളെ തുടക്കം രാഷ്ട്രത്തലവന്മാരുടെ യോഗം ഖത്തറിന് നേരെ ഉണ്ടായ ഇസ്രയേലി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുനിലപാടും സംയുക്ത നടപടിയും യോഗത്തിൽ ചർച്ചയാകും നേപ്പാളിൽ സുശീല കർക്കിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ രൂപീകരണം ഇന്ന് പ്രക്ഷോഭത്തിനിടയിലെ അക്രമങ്ങൾ അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിക്കും പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ വെടിവെപ്പിനെക്കുറിച്ച് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷനോട് നിർദ്ദേശിക്കാനും നീക്കം ആദ്യം നമ്മൾ പോകുന്നത് ശ്രീകൃഷ്ണ ജയന്തി വിശേഷങ്ങളിലേക്ക് തന്നെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിൽ നാട് ജന്മാഷ്ടമി ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് രാജ്യം മുഴുവൻ മഹാവിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ് വിശ്വാസികൾ ശ്രീകൃഷ്ണ ജയന്തി അഥവാ ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിനമാണിന്ന് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും ഒക്കെ പ്രത്യേക പൂജകളും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്ന ദിവസമാണ് വിവിധ ഇടങ്ങളിൽ ശോഭായാത്രയും ഒക്കെ ഇന്ന് നടക്കുന്നുണ്ട് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇന്ന് അഷ്ടമി രോഹിണി വള്ളസദ്യയും നടക്കും അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഉച്ചകഴിഞ്ഞ് ശോഭായാത്രകൾ നമുക്ക് കാണാം അഷ്ടമി രോഹിണി ആഘോഷങ്ങളുടെയും ചടങ്ങിൻ്റെയും ഒക്കെ സമഗ്ര കവറേജാണ് ന്യൂസ് 18 പ്രേക്ഷകർക്കായി ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഗുരുവായൂരിലേക്കാണ് അവിടെയാണല്ലോ പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകളും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നത് ഭവ്യയും MS അനീഷ് കുമാറും അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഭവ്യയും അനീഷും ഇപ്പോൾ ഗുരുവായൂരിലാണോ അതോ മമ്മിയൂരിലാണോ ഉള്ളത് എങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ആര്യ ഞാനും അനീഷും ഉള്ളത് മമ്മിയൂർ ക്ഷേത്രത്തിലാണ് മമ്മിയൂർ ശിവക്ഷേത്രത്തിലാണ് ഇനി കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ കണ്ണിന് കുളിർമയേകുന്ന വളരെ മനോഹരമായ കാഴ്ചകൾക്കാണ് ഈ മമ്മിയൂർ ക്ഷേത്രം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇവിടെ നിറയെ ഉണ്ണിക്കണ്ണന്മാരാണ് ഉള്ളത് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഉണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഗോപിക നൃത്തമാണ് അതിനുശേഷം ഉറിയടിയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാം നമ്മുടെ ചുറ്റും കുറെ അമ്മമാരുണ്ട് ഇവിടെ നിന്ന് വലിയ ഘോഷയാത്രയായി
അവസാനമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് ഈ ഘോഷയാത്ര മമ്മിയൂരിൽ നിന്ന് പോവുക. അത് 11 മണിയോടുകൂടി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തും. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ അല്പസമയത്തിന് ശേഷം ഈ ഇറങ്ങുന്ന ഘോഷയാത്ര സാവധാനമേ ഗുരുവായൂർ എത്തുകയുള്ളൂ. അതിന് കാരണം ഇവിടുന്ന് ഈ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് വഴിനീളെ ഉറിയടികളായിരിക്കും. വഴിനീളെ ഗോപികാ നൃത്തം ചെയ്ത് ഉറിയടിച്ചുകൊണ്ടാണ് കൃഷ്ണനും രാധമാരും ഇവിടുന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുക. ഈ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് മാത്രമല്ല, മമ്മിയൂരിന് ചുറ്റുമുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന്, വിവിധ സമാജങ്ങളിൽ നിന്ന് വലിയ ഘോഷയാത്രയായിട്ടാണ് ഗുരുവായൂരിലേക്ക് ഈ ഒരുമിച്ച് ഘോഷയാത്രകൾ എത്തുക. അമ്പാടിയാവാൻ പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞ് ഇനി വളരെ കുറച്ച് സമയങ്ങൾ കൂടി കാത്തിരുന്നാൽ ഇതാ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടേക്ക് ഘോഷയാത്ര ഗുരുവായൂരിലേക്ക് ഇറങ്ങും. ഇവിടെ അതിമനോഹരമായ കാഴ്ചകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവസാന വട്ടമായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്രമേൽ ഭംഗിയുള്ള കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഘോഷയാത്രയ്ക്ക് പൂർണ്ണമായി ഒരുങ്ങി. അനീഷ് കൂടി എന്നോടൊപ്പം ഉണ്ട്. അനീഷ, ഘോഷയാത്രയ്ക്ക് ഇവിടെ പൂർണ്ണമായി ഒരുങ്ങിയല്ലേ? തീർച്ചയായും. നമ്മൾ രാവിലെ ഗുരുവായൂർ ക്ഷേത്ര നടയിലെ ദൃശ്യങ്ങളാണ് കണ്ടതെങ്കിൽ, അല്ലെങ്കിൽ കല്യാണമേളമാണ് കണ്ടതെങ്കിൽ, ഇത് മറിച്ചിനിയും ആഘോഷത്തിന്റെ കാഴ്ചകൾ മൊത്തം പുറത്താണ്. പ്രത്യേകിച്ചും മമ്മിയൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് ഈ ജീവിത എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത്. അവിടെ നമുക്ക് കാണാം ഈ ചേട്ടന്മാരും അമ്മമാരുമൊക്കെ ഈ ജീവിത എഴുന്നള്ളിക്കാനുള്ള കൊടിക്കൂറയും മറ്റുമൊക്കെയായി ഉറപ്പിച്ചിരിക്കുന്ന കാഴ്ച. ഇനിയും മറുവശത്താണ് കണ്ണന്മാരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. അതുകൊണ്ട് ഈ ഘോഷയാത്ര വളരെ ആഘോഷപൂർവ്വം, അതായത് ഈ അഷ്ടമി രോഹിണിയിലെ അല്ലെങ്കിൽ ജന്മാഷ്ടമി ദിനത്തിലെ ഏറ്റവും നല്ല കാഴ്ച എന്ന് പറയുന്നത് ഈ ഘോഷയാത്രകളാണ്. എല്ലാവരും ചിരിച്ചു നിൽക്കുന്ന മുഖം. കണ്ണന്റെ അമ്മമാരാണല്ലേ? നമുക്കിതാ ഇവരിലേക്ക് പോകാൻ കുറെ ചേച്ചിമാരുണ്ട്, അമ്മമാരുണ്ട്. ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കമാണ്. എല്ലാം നല്ല സന്തോഷമായിട്ട് ഞങ്ങള് കണ്ണന്റെ പിറന്നാളാണ്. കണ്ണന്റെ പിറന്നാൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങള് ഹാപ്പി ബർത്ത്ഡേ. അമ്മയുടെ പേരെന്താ? ഇന്ദിരയമ്മ. അപ്പൊ എപ്പോഴത്തേക്ക് ഇറങ്ങും നമ്മൾ ഇവിടുന്ന്? ഞങ്ങള് ഉടനെ ഇറങ്ങും. ഇറങ്ങും. വലിയ ഘോഷയാത്രയായിട്ട് ഗുരുവായൂർക്ക് പോവാണ്. അപ്പൊ കണ്ണന്റെ പിറന്നാൾ ആഗ്രഹം നിറവേറ്റി. എന്റെ ഒരു ആഗ്രഹമായിരുന്നു, അത് നിറവേറ്റി. എന്തായിരുന്നു ആഗ്രഹം? ഇങ്ങനെ ഈ ഭഗവാന്റെ അടുത്ത് വന്ന് ഈ കൊടിയെടുക്കണമെന്നും വെണ്ണ നിറയ്ക്കണമെന്നും ഒക്കെ ഒരു ആഗ്രഹമായിരുന്നു. അതെനിക്ക് ഭഗവാൻ സാധിച്ചു തന്നു. അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട മോളെ. സന്തോഷം, ഹാപ്പിയായി. സ്വന്തം മക്കളുടെ ബർത്ത്ഡേക്കാളിലും ആഘോഷമായിരിക്കും അല്ലെ കണ്ണന്റെയാ? കണ്ണന്റെയാ. കണ്ണന്റെ പല രൂപങ്ങളിൽ, കൃഷ്ണന്റെ രൂപങ്ങളിൽ ഏറ്റവും നിങ്ങൾക്കൊക്കെ ഇഷ്ടം ഈ ഉണ്ണിക്കണ്ണനെയാണ്. ആണോ? എന്താണ് അതിന്റെ ഒരു കാരണം? കൊച്ചു കണ്ണനെ, ഉണ്ണിക്കണ്ണൻ. ആ വെണ്ണ കണ്ട് തിന്നുന്ന കണ്ണനെ എനിക്കിഷ്ടം. ഉണ്ണിക്കണ്ണനെയാണ് ഇഷ്ടം. അതാണ്. എന്തായാലും വലിയ ആഘോഷത്തിന് ഒരുങ്ങുകയാണ്. അമ്മയുടെ പേരെന്താ? കണ്ണന്റെ അമ്മയാണല്ലേ? കണ്ണന്റെ അമ്മൂമ്മ. കണ്ണന്റെ അമ്മൂമ്മയാണ്. അതോടെ അമ്മൂമ്മയുടെ പേരെന്താ? വസന്ത. അമ്മ നമ്മൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടുന്ന് ഘോഷയാത്രയായിട്ടാണ്. പിറന്നാൾ ആഘോഷിക്കണം. ഒരു കുഞ്ഞി കണ്ണ് വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ട് കണ്ണനാണല്ലോ. കണ്ണ, അയ്യോ കണ്ണനാകെ അമ്പരന്നിരിക്കുവാണ്. കണ്ണന്റെ പേരെന്താ? വേദാന്ത്. വേദാന്ത്. ആദ്യമായിട്ടാണ് കുഞ്ഞ്. വേദാന്ത് നാരായണൻ. വേദാന്ത് നാരായണൻ. സൂപ്പർ പേരാണ്. അച്ഛനാണോ അച്ഛനാണോ? ഞാൻ അച്ചാച്ചൻ. അച്ചാച്ചനാണ്. ആദ്യമായിട്ടായിരിക്കും കുഞ്ഞിന്. അതെ അതെ. മുത്തശ്ശനാണ്. വേദാന്ത്, ഹാപ്പി ബർത്ത്ഡേ. കണ്ണൻ കുഞ്ഞു കണ്ണനാണ്. അയാളിങ്ങനെ നോക്കിയിരിക്കേണ്ടത്. ഇവിടെ മറ്റൊരു കണ്ണനും കൂടി ഉണ്ട്. കണ്ണൻ ഒരുക്കത്തിലാണ്, ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, കണ്ണന്റെ പേരെന്താ? അയ്യോ, എത്രയിലാ പഠിക്കുന്നേ? UKG-യിലാണോ? ഏത് സ്കൂളിലാ? ആരെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നേ? വല്യമ്മച്ചിയാണോ? സുന്ദരനായിട്ടുണ്ട് കേട്ടോ. കണ്ണനെ ഇഷ്ടമാണോ? ഇന്ന് കണ്ണന്റെ എന്താ ബർത്ത്ഡേ ആണോ? കണ്ണന്റെ പിറന്നാളാണോ? ആണോ? അല്ലേ? എന്തിനാ ഇങ്ങനെ ഒരുങ്ങിയത്? എന്തിനാ ഒരുങ്ങിയേ? അറിയത്തില്ലേ? ഒന്നുകൂടെ പേര് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ പേര്. ആദിപ്രവീൺ. സൂപ്പർ പേരാണ് കേട്ടോ. നന്നായി പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? ആന്റി ഇഷ്ടായോ? ശരി. അപ്പൊ ആള് നല്ല ഒരുക്കത്തിലാണ്. ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്. ഇവിടെ കുറെ അമ്മമാരുണ്ട്. ചേച്ചി എവിടുന്നാ വരുന്നേ? ഞങ്ങള് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ നിന്നാണ് വരുന്നത്. ഓച്ചിറ വലിയകുളങ്ങര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് മഹാഭാഗ്യമായിട്ട് കരുതും. അതിനവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന പതാരത്തുള്ള ഒരു
ഗ്രൂപ്പാണ്, ഉറിയടി സംഘമാണ്. അപ്പോൾ അവരോട് എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു ഭാഗ്യം കിട്ടിയ വലിയ സന്തോഷം. ഭയങ്കര സന്തോഷം. ഇവിടെ എന്തായാലും മമ്മിയൂർ ക്ഷേത്രം വലിയ ഒരുക്കത്തിലാണ്. ഇതാ നമുക്ക് കാണാം, വലിയ ഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരുടെയും മുഖത്ത് ചിരിയാണ്, സന്തോഷമാണ് എന്നുള്ളതാണ്. നമ്മളോട് ഈ അമ്മമാരൊക്കെ പറയുന്നത് പോലെ നമ്മുടെ വീട്ടിലെ ഒരാളുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് പോലെ തന്നെയാണ് കണ്ണന്റെ പിറന്നാൾ ആഘോഷിക്കുന്നത്. ചേച്ചി എവിടുന്നാ? ഞങ്ങള് ശൂരനാട് പതാരം. ഒരുപാട് സന്തോഷത്തിലാണ്, ഭയങ്കര സന്തോഷം. പിറന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. തീർച്ചയായിട്ടും. പിറന്നാൾ സദ്യയൊക്കെ ഉണ്ട് ഗുരുവായൂർ, കഴിക്കാൻ പറ്റുമോ? കഴിക്കണം. സദ്യ ഉണ്ണണം, പിറന്നാൾ ആഘോഷിക്കണം. ഇന്നലെ കഴിച്ചു, ഇന്നും കഴിക്കണം. ഇന്നും കഴിക്കണം. അതാണ്. അപ്പൊ എല്ലാവരും ഇതാ ആഘോഷത്തിലാണ്. നമ്മൾ കുഞ്ഞി കണ്ണന്മാരെ കണ്ടു. നമ്മൾ ഇനി നേരെ പോകുന്നത് വലിയ കണ്ണന്മാരെ കാണാനാണ്, അല്ലേ നീഷേ? തീർച്ചയായും ആഘോഷത്തിന്റെ ഏറ്റവും വലിയ കാഴ്ച ഇനിയാണ്. കാരണം ഇവിടെ ഇപ്പോൾ ചെണ്ടമേളമൊക്കെ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. മേള പെരുക്കമാണ് നടക്കുന്നത്. ഇതിനുശേഷമാണ് മറുഭാഗത്ത് ഈ നമ്മൾ എല്ലാ വർഷവും കാണുന്ന വൈറൽ ദൃശ്യങ്ങളാവുന്ന ഈ ഉറിയടിയും ഗോപികമാരും കണ്ണനും രാധാമാധവ നൃത്തവുമൊക്കെ ഒരുക്കിയിരിക്കുന്ന മറ്റൊരു സ്ഥലം കൂടിയുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ അണിയണിയായി നിൽക്കുന്ന പെൺകുട്ടികളെ കാണാം. എല്ലാവരും നല്ല ഡ്രസ് കോഡുകളൊക്കെ ധരിച്ച് നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു നിൽക്കുന്ന കുറെ പെൺകുട്ടികളെ നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവരൊക്കെ ഘോഷയാത്രയ്ക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ്. മോളുടെ പേരെന്താ? കൃഷ്ണേന്ദു. കൃഷ്ണഭക്തയാണോ? അതുകൊണ്ടാണോ കൃഷ്ണേന്ദു എന്ന് പേരിട്ടത്? ആയിരിക്കും, അറിയില്ല അല്ലേ? ഓക്കെ. നിങ്ങൾ എല്ലാവരും ഡ്രസ് കോഡൊക്കെ ഇട്ട് നല്ല സുന്ദരികളായി നിൽക്കുന്നില്ല. കണ്ണന്റെ പിറന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണോ? രാധമാരാണോ? കണ്ണന്റെ രാധയാണോ? ആവണമെന്നാണല്ലേ? അതാണ്. എല്ലാവരും നമുക്കിതാ കാണാം, ഒരേ പോലത്തെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അണിഞ്ഞൊരുങ്ങി ഘോഷയാത്രയ്ക്ക് ആയി തയ്യാറെടുത്തിരിക്കുകയാണ്. മോളുടെ പേരെന്താ? കണ്ണന്റെ രാധയായിട്ട് ഒരുങ്ങിയിരിക്കുവാണോ? അങ്ങനൊന്നുമില്ല അല്ലേ? അതെ, എല്ലാവർക്കും ഭയങ്കര നാണം എന്ന് പറയുന്ന കുറെ ചേച്ചിമാരുണ്ട്. എന്തായാലും എല്ലാവരും ഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാ ഇവിടെ ചെണ്ട ചേട്ടന്മാരുണ്ട്. ചേട്ടാ പേരെന്താ? എവിടുന്നാ വരുന്നേ? എല്ലാരും എന്താ ഇറങ്ങി ഓടുന്നേ എന്നെ കണ്ടിട്ട്? എല്ലാവർക്കും നാണമാണോ? നിങ്ങൾക്കൊക്കെ ഭയങ്കര ചേട്ടനാണോ ഇവരുടെ ആശാൻ? ആശാൻ അവിടെ ഉണ്ട്. ഈ കൊട്ടാനുള്ള ഒരുക്കത്തിലാണ്. പിറന്നാളിന് പ്രത്യേക കൊട്ടുണ്ടോ അല്ലെങ്കിൽ സാധാരണയാണോ? എന്നൊരു ചേട്ടൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, ആശാനെ പരിചയപ്പെടുത്താനാന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവരും ആകെ താളമേള തിരക്ക് എന്ന് തന്നെ പറയാം. അത്രമാത്രമാ. ഇതാണ് നമ്മുടെ ചെണ്ടച്ചേട്ടന്മാരുടെ ആശാനാണ്. ചേട്ടാ പേരെന്തുവാ? രാജേന്ദ്രൻ. രാജേന്ദ്രൻ. അപ്പൊ എന്തായാലും നമ്മൾ കണ്ണന്റെ പിറന്നാള് കൊട്ടി തകർക്കുകയാണ്. എന്ത് പ്രത്യേക കൊട്ടൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. അടിച്ചു പൊളിച്ച് കണ്ണനെ ആഘോഷിക്കുക. പിറന്നാൾ അങ്ങ് പൊളിക്കുക. അത്രേ ഉള്ളൂ. പിറന്നാൾ വലിയ തരത്തിൽ ആഘോഷമാക്കാൻ മമ്മിയൂർ ക്ഷേത്രം പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു. വിവിധ ചടങ്ങുകളാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ ചടങ്ങുകൾ. നമുക്ക് പല ഭാഗങ്ങളിലും കണ്ണന്മാർ ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഇതാ ഇവിടുന്ന് ഘോഷയാത്ര പുറപ്പെടാനുള്ള ഒരുക്കമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടക്കുകയാണ്. ഇവിടെ ഇതാ ഒരു കണ്ണനുണ്ട്. കണ്ണന്റെ അടുത്തേക്ക് പോകണം. എന്തായാലും ഒരുക്കങ്ങൾ വളരെ ഭംഗിയായി തകൃതിയായി നടക്കുന്നു. വലിയ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഉറിയടി അല്പസമയത്തിനകം ഇവിടെ നിന്ന് ആരംഭിക്കും. ഘോഷയാത്ര പുറപ്പെടാനുള്ള വലിയ ഒരുക്കമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഘോഷയാത്ര ഇവിടുന്ന് നേരെ പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് വലിയ തരത്തിൽ ആഘോഷങ്ങൾ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതാ ഘോഷയാത്ര ഇവിടുന്ന് പോകുവാനുള്ള ഒരുക്കത്തിലാണ്. അതാണ് നമ്മൾ കാണുന്നത്. അനീഷ്, ഘോഷയാത്ര പുറപ്പെടുകയാണെന്ന് തോന്നുവാണല്ലേ? തീർച്ചയായും ജീവിത എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കുകയാണ്. ആളുകൾ എഴുന്നള്ളിപ്പിനായി പങ്കെടുക്കുന്നു. അകത്ത് ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെയാണ് ഈ ജീവിത എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് ഈ കണ്ണന്മാരും രാധമാരുടെയും ഒരു കുഞ്ഞി കണ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, കണ്ണന്റെ പേരെന്താ? എത്രയിലാ പഠിക്കുന്നേ? ആരെ ഇങ്ങനെ ഒരുക്കി തന്നേ? സുന്ദരനായിട്ടുണ്ടല്ലോ. ഇഷ്ടപ്പെട്ടോ? കണ്ണനെ ഇഷ്ടപ്പെട്ടോ? ആണോ? ഇത് കണ്ണന്റെ പിറന്നാളാണോ? കണ്ണനോട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ. അമ്മയുടെ പേരെന്താ?
സ്വാതി. അങ്ങനെയാണ് ഇവിടെ ഒരു രാധ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആ രാധയുടെ പേരെന്താ? കണ്ണന്റെ അമ്മയാണോ? യശോദയാണോ? അയ്യോ, ഇത് രാധയല്ല, ഇത് കണ്ണന്റെ അമ്മയാണ്, യശോദയാണെന്നോ പറയുന്നേ. യശോദാമ്മയുടെ ശരിക്കുള്ള പേരെന്താ? നന്ദന. യശോദാമ്മ എത്രല്ല പഠിക്കുന്നേ? 4ാം ക്ലാസ്സിലാണല്ലേ? കണ്ണന്റെ അമ്മയായിട്ട് ഇഷ്ടമാണോ അങ്ങനെ വേഷം കെട്ടാൻ? ആണോ? മോള് പാട്ടൊക്കെ പാടുവോ? ഇന്നൊരു പാട്ട് പാടി തന്നെ പെട്ടെന്ന്. ഇത്രേ അറിയുള്ളൂ, മതി കേട്ടോ. നല്ല പാട്ടാണേ. താങ്ക് യു. അപ്പൊ നല്ല പാട്ടൊക്കെ പാടുന്നത് അവിടെ നമുക്ക് കാണാം. ഘോഷയാത്ര പുറപ്പെടുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ് മമ്മിയൂർ ക്ഷേത്രത്തിൽ. നമുക്ക് അതിലേക്കൊന്ന് പോയി വരാം.
ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളിലാണ് മമ്മിയൂർ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അവിടെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഭവ്യയും മനീഷുമാണ് അവിടുത്തെ കാഴ്ചകളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ പൂർണ്ണമായും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്, ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വേഗം ആറന്മുളയിലേക്കൊന്ന് പോകാം. അപ്പോൾ അവിടെ നിന്ന് ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, സദ്യ എന്ന് പറഞ്ഞാൽ തന്നെ ആറന്മുള വള്ളസദ്യയാണ്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് അവിടെ വിശേഷാൽ സദ്യയാണ് നടക്കാൻ പോകുന്നത്. ഒരുപാട് വിശ്വാസികളും ഭക്തജനങ്ങളും അതിനൊക്കെ അപ്പുറം ഈ സദ്യ കഴിക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് അവിടേക്ക് എത്തും. അവിടുത്തെ ശ്രീകൃഷ്ണ ജയന്തി പാർത്ഥസാരഥി ക്ഷേത്രമാണ്. അവിടുത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് ശ്രീജിത്ത്? അരിയുടെ നാവിൽ കൂടെ വെള്ളം ഇറങ്ങുന്ന ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിന്റെ പലയിടത്തു നിന്ന് ലൈവ് കാണുന്നുണ്ടാകും. പക്ഷെ അതെല്ലാം വർണ്ണാഭമായ കണ്ണന്മാരുടെയും ഘോഷയാത്രയുടെയും ഒക്കെ കാഴ്ചയായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെ നിന്ന് വരുന്നത് എന്താ പറയാ, കൊതിപ്പിക്കുന്ന കാഴ്ചകളായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഏതാണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് കണ്ണനെ കാണാനുള്ള വലിയ കാത്തിരിപ്പിലാണ് ഇവിടെയുള്ളത്. വള്ളസദ്യക്കുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വള്ളസദ്യയുടെ തുടക്കം ഒരു പക്ഷേ അറിയായിരിക്കും. ഈ കരനാഥന്മാർ വന്ന് ഇവിടെ വിളക്ക് കത്തിച്ച് പറയിട്ട ശേഷമാണ് അത് നടക്കുക. ആ വിളക്ക് കൊളുത്തുന്ന ചടങ്ങാണ് കാണുന്നത്. 52 കരകളാണ് ആറന്മുളയിലുള്ളത്. ആ 52 പറകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ കരയിൽ നിന്നും കരനാഥന്മാർ എത്തി ഈ വിളക്ക് കൊളുത്തി പറയിട്ട് അതിനുശേഷമാണ് ചടങ്ങുകളിലേക്ക് കടക്കുക. അതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനുശേഷം ഏതാണ്ട് 11:30യോടുകൂടിയാണ് വള്ളസദ്യക്ക് ഔദ്യോഗികമായ തുടക്കമാകുക. ഇവിടെ വള്ളസദ്യക്കുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇവിടുത്തെ കാഴ്ചകൾ കൂടി കാണിക്കാം. സദ്യവട്ടം ഏതാണ്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഓരോ കരയ്ക്കായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ കരയിലും എത്തുന്നവർക്ക് അവിടെ വിളമ്പുന്നതിന് വേണ്ടിയുള്ള വിഭവങ്ങളെല്ലാം ഒരുങ്ങി കാത്തിരിക്കുകയാണ്. ഇനി സമയം, വള്ളം എത്തേണ്ട സമയം മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് ഇവരോടൊന്ന് സംസാരിക്കാം. ചേട്ടാ, എല്ലാം റെഡിയായി അല്ലേ? റെഡിയായി. ഏതാണ്ട് ഒരു 11:30 ആവൂല്ലേ ചേട്ടാ? 11:30 വള്ളം അടുക്കണം. ഇന്നത്തെ ഇനി നമ്മുടെ പരിപാടികൾ എങ്ങനെയാ? അത് വള്ളം അടച്ചിട്ട് ഇവിടെ സ്വീകരണം ഇങ്ങനെ ഒരു വലത്ത് വെക്കും. വലത്ത് വെച്ച് വന്നിട്ട് ഇവിടെ കരക്കാർ കയറിയിരിക്കും. ഇത് ഒരു കരയുടെയാ, അതൊരു കര. ഇങ്ങനെ 51 കരയുടെയും ഉണ്ട്. 52 അതിലൊന്നും വന്നില്ല. ഈ എല്ലാ വിഭവങ്ങളും ഉണ്ടാവും ഇന്നത്തെ ദിവസം അല്ലേ? എല്ലാ വിഭവങ്ങളും ഉണ്ട്. ഭഗവാന്റെ പിറന്നാളല്ലേ ഏറ്റവും തിരുവാറന്മുളയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പള്ളിയോടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരപ്രധാനമായ ദിവസമാണ് ഇന്ന്. അപ്പൊ ഇന്ന് ഏതാണ്ട് ഈ പള്ളിയോട സേവാ സംഘത്തിന്റെ കണക്കനുസരിച്ച് 1 ലക്ഷത്തിലധികം ആൾക്കാർ ഇന്ന് ഭഗവാൻ സദ്യ ഉണ്ടെന്ന ദിവസമാണ്. അതിനെ പ്രതിനിധീകരിച്ച് വരുന്ന പള്ളിയോടങ്ങൾ 52 കരക്കാരും ഇതേമാതിരി 52 കരകൾക്കും പ്രതിനിധീകരിച്ച് ഭക്ഷണ സാധനങ്ങളും മറ്റു കാര്യങ്ങളും ഭഗവാന്റെ സദ്യ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പള്ളിയോടങ്ങൾ വന്ന് ഇവിടെ ഭഗവാനെ വന്ദിച്ച് പ്രദക്ഷിണം വെച്ച് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം എതിരേറ്റ് അതാത് പള്ളിയോടത്തിന് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇരുത്തി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതാണ് അതിന്റെ ചടങ്ങ്. അതായത് ഈ വള്ളസദ്യ എന്ന് പറഞ്ഞാല് മലയാളികൾ പുറത്തുള്ളവരും എല്ലാവരും വല്ലാതെ കൊതിക്കുന്ന ദിവസമാണ്. പലപ്പോഴും പലർക്കും ടിക്കറ്റ് ഒന്നും കിട്ടാതെ വരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവും. ഈ കരകളിൽ നിന്നൊക്കെ വിളി വരണ്ടേ? പക്ഷെ ഇന്ന് എല്ലാവർക്കും വരാം അല്ലേ? കണ്ണന്റെ പിറന്നാൾ. തീർച്ചയായിട്ടും ഇന്ന് കണ്ണന്റെ പിറന്നാളാണ്. ഇന്ന് ലോകത്തിലുള്ള മുഴുവൻ തിരുവാറന്മുളയപ്പന്റെ ഭക്തർക്കും ഈ തിരുസന്നിധിയിൽ വരാനും ഭക്ഷണം കഴിക്കാനും ഉള്ള അവസരമുണ്ട്. ആർക്ക് വന്നാലും ആരെയും നിരാശരാക്കി വിടുന്ന ഒരവസ്ഥ നിലവിലില്ല. അതായത് എല്ലാ വിഭവങ്ങളും ഉണ്ടല്ലേ സാധാരണ ദിവസം? എല്ലാ വിഭവവും ഉണ്ട്. എത്ര കൂട്ടം കേട്ടാ പൊതുവെ പറയുന്നത് നിങ്ങള്? മൊത്തം 64 പറയുന്നത്. ഇന്നിപ്പം 64 കാണത്തില്ല. അതിന് വഴുതനങ്ങാമരിക്കോട്ടിയൊക്കെ വരാറുണ്ട്. അത് നേദ്യം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. വഴുതനങ്ങാമരിക്കോട്ടിയൊക്കെ നേദ്യം ഉള്ളിലെ നേദ്യം കഴിഞ്ഞാണ് അതൊക്കെ. അതൊക്കെ കണ്ണനെ ഇഷ്ടപ്പെട്ടതാണോ ഈ വഴുതനങ്ങ മെഴുക്കൂരട്ടൊക്കെ? ഇഷ്ടപ്പെട്ടത് ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു നേദ്യമാണ്. അത് മസ്റ്റാ, എല്ലാ ദിവസവും മസ്റ്റാണ് ഭഗവാൻ. ഈ ചേനപ്പാടി എന്നുള്ള പാളത്തൈരൊക്കെ വന്നു. അതെല്ലാം വന്നു. ഇന്നലെ അത് ഭയങ്കര സ്വീകരണമായിട്ട് തന്നെയാണ് അവർക്കെല്ലാം. എടാ, നിങ്ങള് ഈ ഇത്ര അധികം ആളുകൾ 501 പറയുടെ അരി ഒരുപക്ഷെ ഇത്രയും വലിയ സദ്യ വേറെ എവിടെയും കാണില്ല. ലോകത്തിലൊടത്തും കാണില്ല. ആറന്മുള സദ്യ ഇത്രയും ലോകത്തിലൊടത്തും കാണില്ല. ഇത്രയും വിഭവങ്ങളും അതുപോലെ തന്നെ 51 കരയുടെ പറയാൻ നടത്തി വെച്ചിരിക്കുന്നത്. 52 കരയും പങ്കെടുക്കും. അതിലൊരു കാര്യം പങ്കെടുക്കത്തില്ല. പള്ളിയോട് ഇറക്കിയിട്ടത് കൊണ്ട് ബാക്കി എല്ലാ വിഭവങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ സ്വീകരിച്ചു വെച്ചു. നാട്ടുകാർ വന്ന് രാവിലെ സ്വീകരിച്ചു വെക്കുക. എന്നിട്ട്
പള്ളിയോടം കഴിഞ്ഞ വെളിയിൽ നിന്ന് വരുന്ന ഭക്തന്മാർക്കെല്ലാം നമുക്ക് തീരുന്നോളം ഇവിടെ കൊണ്ടുവച്ച സാധനം തീരുവോളം കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. എന്തായാലും വരുന്ന എല്ലാവർക്കും ഉണ്ടാവും, അതിനനുസരിച്ച് കരുതിയിട്ട്. നമുക്ക് പള്ളിയോടക്കാർക്കാണ് വള്ളസദ്യ എന്ന് പറഞ്ഞ ഭഗവാന്റെ സദ്യ. അത് കഴിഞ്ഞ് വരുന്ന ഭക്തർക്ക് എല്ലാം കൊടുക്കും. അതായത് ഭക്തർക്കെല്ലാം കൊടുത്തിരിക്കും. അതായത് ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്, ഞങ്ങൾക്കുള്ള സദ്യ ആ തീരുവോളം എല്ലാം വന്ന് വരുന്നവർക്കെല്ലാം കൊടുക്കും. ഇന്നിപ്പോ സ്പെഷ്യലാണ്, പിറന്നാൾ സ്പെഷ്യൽ ആയതുകൊണ്ട് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും കൊടുക്കും. വേറെ പിന്നെ ഭക്തർക്കുള്ള വേറെ സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സമൂഹ സദ്യ ഉണ്ട്, സ്പെഷ്യൽ പാസ് സദ്യ ഉണ്ട്, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം റെഡിയാ. ഭക്തർക്കുള്ളത് അവിടെ പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാലുള്ള ഇവിടെ ഉള്ള ഭക്തർക്കെല്ലാം ഞങ്ങൾ ഇവിടുത്തെ എല്ലാം വിളമ്പി തീർത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ. ആര്യ, ഇതാണ് കാഴ്ച. തൊട്ടപ്പുറത്ത് വേറെ കാഴ്ച കൂടിയുണ്ട്, നമുക്ക് അങ്ങോട്ട് കൂടി പോവാം. അതായത് അല്പസമയം കഴിഞ്ഞാൽ ഏതാണ്ട് 11 മണിയോടുകൂടി വള്ളങ്ങൾ എത്താൻ തുടങ്ങും. അവർ വള്ളങ്ങൾ ഇവിടെ എത്തി വലം വെക്കും. അതിനുശേഷമാണ് ഈ വള്ളസദ്യയിലേക്ക് കടക്കുക. വള്ളസദ്യയിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപ് ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ മുന്നിൽ ഈ പ്രത്യേകം ഇല ഇട്ടുകൊണ്ട് അവിടെ എല്ലാ വിഭവങ്ങളും വിളമ്പിക്കൊണ്ട് ഒരു പ്രധാനപ്പെട്ട വിളമ്പുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമുണ്ട്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഇവിടെ എല്ലാ വിഭവങ്ങളും ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇതാ കണ്ടില്ലേ, ഇതൊക്കെയാണ് ആറന്മുള വള്ളസദ്യയുടെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ. ഇനിയും ഒരുപാട് വിഭവങ്ങൾ എത്താനുണ്ട്. ഈ വിഭവങ്ങളെല്ലാം ഈ ഇലയിൽ വിളമ്പുന്നതോടുകൂടിയാണ് വള്ളസദ്യയ്ക്ക് തുടക്കമാകുക. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ളവർ, പ്രമുഖരെല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കും. അങ്ങനെ വലിയ ആവേശപൂർവ്വം വള്ളസദ്യയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ ആറന്മുള ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊതിപ്പിക്കുന്ന കാഴ്ചകളാണ് ആറന്മുളയിൽ നിന്നുണ്ടാവുക. തീർച്ചയായും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു തവണയെങ്കിലും വള്ളസദ്യയിൽ പങ്കെടുക്കണം എന്നൊക്കെയുള്ളത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് എന്തായാലും വൈകാതെ ഇപ്പോൾ ഏതാണ്ട് ഇനി ഒരു മണിക്കൂറുടെ കഴിഞ്ഞാൽ വള്ളസദ്യക്ക് ഔദ്യോഗികമായ തുടക്കമാകും. ആര്യ, തീർച്ചയായും ശ്രീജിത്ത് പറഞ്ഞതാണ് അതിന്റെ കാര്യം. കൊതിപ്പിക്കുന്ന കാഴ്ചകളാണ്. ശ്രീജിത്ത് പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വന്നു. കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മളത് പറയുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ടാകും. എല്ലാവരുടെയും ഒരു അനുഭവം അത് തന്നെ ആയിരിക്കും. അത്രത്തോളം വിഭവസമൃദ്ധമായ ഒരുപാട് കൂട്ടം പായസങ്ങളൊക്കെ കൂട്ടിയുള്ളൊരു സദ്യ എന്ന് പറയുമ്പോൾ, സദ്യ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആറന്മുള സദ്യയാണ്. അപ്പോൾ അഷ്ടമി രോഹിണിയുടെ അന്നത്തെ ഈ ദിവസത്തെ പിറന്നാൾ സദ്യ എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം വിശിഷ്ടമാണ്, പ്രത്യേകതയുള്ളതാണ്. അതൊരിക്കലെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. അപ്പോൾ അത് കഴിക്കാൻ ഒരുപാട് ഭക്തരും വിശ്വാസികളും ആ സദ്യ തേടിയെത്തുന്ന ഒരുപാട് ആളുകളും ഒക്കെ ഇന്ന് ആ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അവിടെ പിറന്നാൾ സദ്യയൊക്കെ റെഡിയായിരിക്കുകയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ. അവിടെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുന്നു, ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേഗം ഗുരുവായൂരിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. ഭവ്യ പാർവതിയും MS അനീഷ് കുമാറും അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് വീണ്ടും. ഭവ്യ, അവിടുത്തെ ഒരുക്കങ്ങൾ, ആഘോഷങ്ങളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു? ആര്യ, ഞാനിതാ ഇവിടെ മമ്മിയൂർ ക്ഷേത്രത്തിലാണുള്ളത്. ഇവിടെ ഇനി പറയാനല്ല കാണാനാണ് ഉള്ളത്. അത്രമാത്രം ഭംഗിയുള്ള കാഴ്ചകൾക്കാണ് ഇപ്പോൾ. ജീവത എഴുന്നള്ളിപ്പാണ്, അതിനുശേഷം ഗോപിക നൃത്തമുണ്ടാകും. എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ നിറയെ കണ്ണന്മാരാണ്. നിറയെ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം മുഴുവൻ കണ്ണന്മാരാണ്. കുഞ്ഞു കണ്ണന്മാരുണ്ട്, വലിയ കണ്ണന്മാരുണ്ട്, കണ്ണനൊപ്പമുള്ള ഗോപികമാരുണ്ട്, കണ്ണന്റെ അമ്മയായ യശോദയുണ്ട്, കണ്ണന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കുചേലനുണ്ട്. അങ്ങനെ അതിമനോഹരമായ മനോഹരമായ കാഴ്ചകൾക്കാണ് നമ്മളിതാ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കണ്ണന്റെ നൃത്തമുണ്ട്, ഗോപികാ നൃത്തമുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ജീവത ആഘോഷമാണ്. അതിനുശേഷം ഉറിയടി ഉണ്ടാകും. അതിനായി പൂർണ്ണമായ ഒരുക്കത്തിലാണ്. ഈ സ്ഥലം പൂർണ്ണമായി ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമുക്ക് കാണാമെന്ന് തോന്നുന്നു, അത്ര ഭംഗിയുള്ള കാഴ്ചയാണ്. ഇന്ന് നോക്കിയാലും ഉണ്ണിക്കണ്ണന്മാരാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ആരാണ് വൈറൽ കണ്ണനും രാധയുമായി മാറാൻ പോകുന്ന. അത്രമാത്രം ഭംഗിയോടുകൂടി സാക്ഷാൽ കണ്ണനെ കാണും പോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന വിധം ഒരുങ്ങി നിൽക്കുന്ന കണ്ണനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ വലിയ ഒരുക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഉറികൾ കാണാൻ സാധിക്കും. അതിനുശേഷം ഇപ്പോഴിതാ അല്പസമയം കൊണ്ട് ഈ ഒരു നൃത്തം അത് തുടരും.
തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. ഗോപികാ നൃത്തമുണ്ടാകും, ഉറിയടികൾ ഉണ്ടാകും, അമ്മമാർ തോളിലേറ്റി വരുന്ന കുഞ്ഞി കണ്ണന്മാരുണ്ട്, കണ്ണന്മാരുടെ കൈ പിടിച്ചു നിൽക്കുന്ന രാധമാരുണ്ട്. അങ്ങനെ കണ്ണിന് കുളിർന്നേകുന്ന ഭംഗിയുള്ള നയനമനോഹരമായ കാഴ്ചകൾക്കാണ് ഈ മമ്മിയൂർ ക്ഷേത്രം ഒരുങ്ങുന്നത്. ഇതിന് ശേഷം ഈ കാഴ്ചയ്ക്ക് ശേഷം നേരെ നമ്മൾ ഘോഷയാത്രയായി ഇറങ്ങും ഗുരുവായൂരിലേക്ക്. ഒരുക്കമാണ്. വലിയ തിരക്കാണ് ആര്യ. അല്പസമയം കൂടി, വളരെ കുറഞ്ഞ സമയം കൂടി കാത്തിരിക്കണം. ഈ ജീവന എഴുന്നള്ളിപ്പാണ് ഇവിടെ നടന്നത്. അതിനുള്ള അനുഷ്ഠാനങ്ങൾ, പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മമ്മിയൂരിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വിശേഷാൽ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജീവത എഴുന്നള്ളത്താണ് ഇനി നടക്കാൻ പോകുന്നത്. അത് ഘോഷയാത്രയുടെ ഒരു ഭാഗമായി തന്നെ നടക്കുന്ന ഒരു ചടങ്ങാണ്. അവിടെ ഒരുപാട് കുഞ്ഞിക്കണ്ണന്മാരും രാധമാരും യശോദമാരും ഒക്കെ ഇപ്പോൾ ഈ രാവിലെ തന്നെ റെഡിയായി ഒരുങ്ങി നിൽപ്പുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കാണാൻ പോകുന്ന വലിയ ആഘോഷം. അമ്പാടിയാക്കി ഗുരുവായൂർ സന്നിധിയും പരിസരത്തെ ഒക്കെ അമ്പാടിയാക്കി മാറ്റുന്ന വലിയ ആഘോഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഉറിയടിയും കണ്ണന്റെ ലീലകളും ഒക്കെയുള്ള വലിയ ആഘോഷം കാണാൻ പോകുന്നത്. അതിനു മുന്നോടിയായിട്ടുള്ള പ്രാരംഭ ചടങ്ങുകളും ഘോഷയാത്രയും അതിനെയൊക്കെ തുടക്കം കുറിക്കുന്നത് ഈ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭവ്യയും അനീഷുമുണ്ട്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുവാൻ. നമുക്ക് മമ്മിയൂരിലേക്ക് മടങ്ങിയെത്താം. നമുക്ക് വേഗം ഇപ്പോൾ ഒന്ന് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കൊന്ന് പോകാം. അവിടെ നിന്ന് സാരംഗ് സുധാകരൻ നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, നമ്മൾ പറയാറുണ്ട്, നമ്മൾ തുടക്കത്തിൽ നേരത്തെ രാവിലെ പറയുകയും ചെയ്തു, അതായത് ഈ ഗുരുവായൂരിലേക്ക് എത്തുക, ഗുരുവായൂരിലെത്തി പിറന്നാൾ കണ്ണനെ കാണാൻ കഴിയുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ച്, ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും ആനന്ദകരമായിട്ടുള്ള, അവർക്ക് ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ഇപ്പം ഗുരുവായൂരിലേക്ക് ഇന്നത്തെ ദിവസം എത്താൻ കഴിയണമെന്നില്ല. പലവിധ തിരക്കുകളുണ്ടാകും. ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോവുക എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ഭക്തജനങ്ങൾ ഇന്നത്തെ ദിവസം എത്തുന്നുണ്ട്. അവിടെ ഒരുപാട് വിശേഷാൽ ചടങ്ങുകളും പൂജകളും ഒക്കെ ആഘോഷങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരുക്കങ്ങളും കാഴ്ചകളും ഒക്കെ സാരംഗ്? തീർച്ചയായും ആര്യ, തലസ്ഥാനത്തെ ഭക്തജനങ്ങൾ മുഴുവൻ ആദ്യമായി എത്തുന്നത്, അതായത് ശ്രീകൃഷ്ണ ജയന്തി പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസം എത്തുന്ന ഒരു ക്ഷേത്രമാണ് ഈ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രം. അവിടെ ഇപ്പോൾ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഒരു ജീവൻ തുടിക്കുന്ന ഒരു കൃഷ്ണന്റെ ഒരു രൂപം, ഒരു കളിമണ്ണിൽ തീർത്തിട്ടുള്ള ഒരു ശില്പമാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും ഒപ്പം തന്നെ ബാക്കി എല്ലാവർക്കും ഒരു വളരെ കൗതുകം ഉണർത്തുന്ന ഒരു ശില്പമാണിത്. കാരണം സാധാരണ രീതിയിൽ ഒരു അമ്പലത്തിന് പുറത്തുള്ള ഒരു ശില്പത്തിൽ നിന്ന് ഇത്രയധികം ഒരു ജീവൻ തുടിക്കുന്ന ഒരു രീതിയിൽ അത് ഉണ്ടാക്കിയെടുക്കുക വളരെ ദുഷ്കരമാണ്. പക്ഷെ അത് നമുക്കത് നോക്കി നിന്ന് പോകുന്ന തരത്തിലേക്കുള്ള ഒരു ശ്രീകൃഷ്ണന്റെ ഒരു രൂപമാണ്. ഇവിടെ ഒരു വെങ്കടേശ്വരൻ SB എന്ന് പറഞ്ഞുള്ള ഒരു ശില്പിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ അമ്പലത്തിൽ നിന്നും ദർശനം കഴിഞ്ഞ് വരുന്ന ഭക്തജനങ്ങളെല്ലാം ഇവിടെ വന്ന് ഈ ഉണ്ണിക്കണ്ണനൊപ്പം ചിത്രങ്ങളും മറ്റും എടുത്താണ് ഇവിടെ നിന്നും മടങ്ങി പോകുന്നത്. ഒപ്പം തന്നെ ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ മറ്റ് തിരക്കുകളുണ്ട്. ഉണ്ണിക്കണ്ണന്മാരുടെ കുറവാണെങ്കിലും പക്ഷെ ആ ഉണ്ണിക്കണ്ണന്മാരുടെ ഈ തിരക്ക്, അതായത് ഈ ഒരു എണ്ണം നീക്കാനായി, അതായത് ഇത്തരത്തിലുള്ള ഒരു ശില്പത്തിനൊപ്പം തന്നെ ഫോട്ടോകൾ എടുത്തും പോകുന്ന ഭക്തജനങ്ങളുണ്ട്. മാത്രമല്ല ഇതിനൊപ്പം മറ്റ് വിപുലമായ പരിപാടികൾ ഇവിടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു അമ്പലത്തിന് ഈ ഒരു തിരുവിതാംകൂർ ഭരണവുമായി ബന്ധപ്പെട്ടടക്കം വളരെയധികം ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണാണ്. ചരിത്രത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഒരു മാർത്താണ്ഡവർമ്മ ഈ എട്ടുവീട്ടിൽ പിള്ളമാരുമായി നടത്തിയ ഒരു കലഹത്തിന് സമയത്ത് ഈ ഒരു നെയ്യാറിന്റെ തീരത്തേക്ക് പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെട്ടു വരുന്ന വഴി ഈ ഒരു ഗോക്കളെ മേയിച്ച് നടന്നിരുന്ന ഒരു ബാലൻ ഈ മാർത്താണ്ഡ മഹാരാജാവിന് ഇവിടെ ഒരു പ്ലാവ് കാണിച്ചു കൊടുക്കുകയും പ്ലാവിനകത്തേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കയറുകയും അതിന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഒരു ബാലൻ ആരാണെന്ന് ഒരു സ്വപ്നത്തിൽ വെളിപാടുണ്ടാകുകയും അത് ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലാവുകയും അതിനുശേഷം ഈ ഒരു തിരുവിതാംകൂറിന്റെ ആധുനിക ശില്പിയായ
മഹാനായ അനിഴം തിരുനാൾ മഹാരാജാവാണ് ഈ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീകൃഷ്ണനെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും തുടർന്ന് ഈ ഒരു അമ്പലത്തിന് വിപുലമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഇന്നത്തെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രമായി ഇന്ന് നിലകൊള്ളുകയും ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു തലസ്ഥാനത്തടക്കം ആര്യ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗുരുവായൂരിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഭക്തജനങ്ങൾക്കെല്ലാം ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഹൃദയഭാഗത്തുള്ള നെയ്യാറ്റിൻകരയിലെ ഈ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് എത്തും. ഇന്ന് ഉച്ചയ്ക്കും ഇവിടെ അന്നദാനമുണ്ട്. ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം ശോഭായാത്രയുണ്ട്. അതിനുശേഷം രാത്രിയും മറ്റ് ചില ചടങ്ങുകളുണ്ട്. ഈ ഒരു ഭഗവാന്റെ വിഗ്രഹം ഈ ഒരു ഗരുഡ വാഹനത്തിൽ ഏറിയിട്ടുള്ള പ്രദക്ഷിണമുണ്ട്. അങ്ങനെ വിപുലമായ പരിപാടികളാണ്. മറ്റ് വലിയ തിരക്കുകളില്ലാതെ വളരെ ശാന്തമായി വന്ന് കൃഷ്ണനെ തൊഴാനും ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി ആ പരിപാടികളിൽ പങ്കെടുക്കാനുമൊക്കെ ഭക്തജനങ്ങൾക്ക് പങ്കെടുക്കാനും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, അതായത് തിരുവനന്തപുരത്ത് മാത്രമല്ല ഈ ഒരു സമീപ ജില്ലകളിലടക്കമുള്ള തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള പലരും ഇവിടെ വന്ന് നമ്മോടൊപ്പം ഇവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലടക്കം വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സമീപ ജില്ലകളിലും തിരുവനന്തപുരത്തും അടക്കമുള്ള ശ്രീകൃഷ്ണ ഭക്തന്മാർക്കും മറ്റ് എല്ലാവരും വന്ന് തൊഴുന്ന ഒരു ക്ഷേത്രമാണിത്. നിലവിൽ തിരക്ക് അത്ര പറയത്തക്ക ഇല്ലെങ്കിൽ പോലും സമാധാനമായി വന്ന് ഇപ്പോൾ നമ്മൾ ഗുരുവായൂരത്തെ ദൃശ്യങ്ങളൊക്കെ കണ്ടായിരുന്നു. കനത്ത തിരക്കാണ്, അങ്ങോട്ട് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ അത്തരത്തിലൊരു തിരക്കൊന്നും ഇവിടെ രാവിലെ പോകുന്നതിലേ ഇല്ല. കാരണം വളരെ സുഗമമായി വന്ന് കൃഷ്ണനെ തൊഴുത് ഈ ഒരു തുലാഭാരം മറ്റും അത്തരത്തിലുള്ള ചടങ്ങുകളും മറ്റ് പൂജകളും പുഷ്പാർച്ചന അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ സന്തോഷത്തോടെ ഇവിടുന്ന് പോകുന്നത് കാണാം. ഭക്തജനങ്ങളുടെ ചെറിയ തിരക്കുണ്ട്. വൈകുന്നേരത്തോടു കൂടി ശോഭയാത്രക്കും മറ്റുമുള്ള ചെറിയ ചെറിയ ഉണ്ണിക്കണ്ണന്മാർ ഇവിടെ വന്ന് ദർശനം നടത്തി പോയിട്ടുണ്ട്. നിലവിൽ തിരക്കുകൾ അധികമില്ല. ഈ ഒരു ഭക്തജനങ്ങൾ സുഖമായി വന്ന് ദർശനം നടത്തി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആര്യ, തീർച്ചയായും സാരംഗ് സുധാകരനാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് 2 വിൻഡോയിലായിട്ട് ഇടത് സൈഡിലെ വിൻഡോയിലുള്ളത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ്. വലതുവശത്തെ വിൻഡോയിലുള്ളത് ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ്. അവിടെ ഈ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട ആഘോഷയാത്രയുടെ ഒരു തുടക്കം കുറിക്കുന്ന ചടങ്ങാണ് മമ്മിയൂർ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. പത്തനംതിട്ട ചരക്കുന്നിൽ യുവാക്കൾക്ക് ക്രൂര പീഡനം. സ്വകാര്യ ഭാഗത്ത് സ്റ്റാപ്ലർ അടിക്കുകയും കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഹണി ട്രാപ്പിൽ കുടുങ്ങിയ 2 യുവാക്കളാണ് ക്രൂരതയ്ക്ക് ഇരയായത്. സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശി ജയേഷ്, ഭാര്യ രശ്മി എന്നിവർ പിടിയിലായി. ശശി നാരായണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശശി, കേൾക്കുമ്പോൾ ഒരേ സമയം പേടിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും അതോടൊപ്പം വിചിത്രമെന്നൊക്കെ തോന്നിപ്പോവുകയും ഒക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. എന്താണ് സംഭവം? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വളരെ ക്രൂരമായ ഒരു പീഡനമാണ് യുവാക്കൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. സാധാരണ ഹണി ട്രാപ്പിൽ പെടുത്തുമ്പോൾ സ്വാഭാവികമായി പണം തട്ടിയെടുക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താണ് ഹണി ട്രാപ്പിന്റെ വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് അതിനപ്പുറത്തേക്ക് 2 യുവാക്കളെ വീട്ടിൽ വിളിച്ചു വരുത്തി ഭാര്യയും ഭർത്താവും, അതായത് ചരൽക്കുന്ന് സ്വദേശികളായ ജയേഷ്, രശ്മി എന്നിവരാണ് പ്രതികൾ. ഇവർ ഈ യുവാക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിക്കുകയും ജനജയന്തിന് 23 സ്റ്റാപ്ലർ അടിക്കുകയും മുളക് സ്പ്രേ അടിക്കുകയൊക്കെ ചെയ്ത് ക്രൂരമായി ഇരുമ്പ് വടി കൊണ്ട് കെട്ടിത്തൂക്കിയ ശേഷം അടിക്കുകയും ചെയ്യുന്ന മർദ്ദിക്കുകയും ചെയ്യുന്ന വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടുള്ളത്. ഇവർ 2 പേരും സൈക്കോ മനോനില ഉള്ളവരെന്നാണ് പോലീസ് പറയുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പീഡനം ഇവർക്ക് ഏൽക്കേണ്ടി വന്നത്. അത് പ്രധാനമായും പറഞ്ഞ 1-ാം തീയതിയാണ്. കഴിഞ്ഞ 1-ാം തീയതി റാന്നി സ്വദേശിയായ ഒരു യുവാവിനെയാണ് ഈ രശ്മി ഫോൺ ചെയ്ത് വിളിച്ചു വരുന്നത്. ചില അടുപ്പമുണ്ടെന്നാണ് പറയുന്നത്. അതിന് നമുക്ക് സ്ഥിരീകരിക്കാത്ത കാരണങ്ങൾ. എന്തായാലും ഈ യുവാവുമായി ചില ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. അങ്ങനെ ചരൽക്കുന്നിലേക്ക് വിളിച്ചു വരുന്നു. ഒപ്പം ഭർത്താവ് ജയേഷ് വന്ന് ഇയാളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ കൈകാലുകൾ കൂട്ടി ബന്ധിച്ചതിന് ശേഷം ക്രൂരമായി മർദ്ദിക്കുകയും കയറ് വെച്ച് വീട്ടിന് ഉള്ളിലെ ജനലിൽ കെട്ടിത്തൂക്കിയതിനു ശേഷം ജനകേന്ദ്രത്തിൽ 23 സ്റ്റാപ്ലർ അടിക്കുകയും അങ്ങനെ മുളക് സ്പ്രേ, അതായത് പെപ്പർ സ്പ്രേ അടിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇരുമ്പ് വടി കൊണ്ട് ക്രൂരമായ മർദ്ദനം ഈ യുവാവിന് ഏൽക്കേണ്ടതും മുഖത്തും കൈക്കും ഭാര്യകൾക്കും എല്ലാം പീഡനമേറ്റതിനു ശേഷമാണ് ഈ ഇദ്ദേഹത്തെ ജയേഷ് തന്നെ തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡ് അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ മർദ്ദനമേറ്റ് അവസ്ഥയിലേക്കുള്ള ഈ യുവാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ഓട്ടോ തൊഴിലാളികളാണ് ഈ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഈ മുഴുവനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യമാണ് ഈ റാന്നി സ്വദേശിയായ യുവാവ് പറഞ്ഞത്. എന്തായാലും ഡോക്ടർമാർക്ക് ചില സംശയങ്ങൾ തോന്നി. ഉടനെ പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്നതിന് ശേഷം ചോദ്യം ചെയ്യുമ്പോഴും ഈ രശ്മിയുടെയും ജയേഷിന്റെ പേരുകൾ ഈ ജയേഷ് പറഞ്ഞില്ല.
കൂടുതൽ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു ഹണി ട്രാപ്പിൽ പെട്ടതായി ഒപ്പം മർദ്ദനമേറ്റ വിവരം ഈ റാന്നി സ്വദേശി പറയുന്നത്. അതിനുശേഷം പിന്നീട് പോലീസ് ഈ വിശദമായ ഒരു അന്വേഷണം നടത്തുന്ന സമയത്താണ് ഈ ആലപ്പുഴ സ്വദേശിയായ യുവാക്ക് മർദ്ദനമേറ്റ വിവരം കൂടി പുറത്തു വരുന്നത്. ആലപ്പുഴ സ്വദേശിയും സമാനമായ രീതിയിൽ കരുക്കുന്നിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം വീണ്ടും ജയേഷ് വീട്ടിലെത്തിച്ചതിനു ശേഷം സമാനമായ രീതിയിൽ മർദ്ദിക്കുകയും അതുപോലെ തന്നെ പൂർണ്ണ നഗ്നനായ ശേഷമാണ് ഇത്തരം ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഉടൻ തന്നെ ഈ ജയേഷിന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിക്കാൻ പറയുകയും അത്ര ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ റാന്നി സ്വദേശിയുടെ കയ്യിൽ നിന്നും ഒരു ഐഫോണും 19,000 രൂപയും ഇവർ കവർന്നെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് യുവാക്കൾക്കും സമാനതകളില്ലാത്ത ക്രൂരമായ മർദ്ദനം വീടിനുള്ളിൽ മണിക്കൂറുകൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ഈ കഴിഞ്ഞ 1-ാം തീയതിക്ക് ശേഷം അതിനുശേഷം നടന്ന ഈ പീഡന കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നത് ഈ അഭിമാനം ഓർത്തും നാണക്കേട് ഓർത്തുമാണ് പലപ്പോഴും ഈ വിവരം പുറത്തു പറയാറുള്ളത്. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഡോക്ടർമാർക്ക് തോന്നിയ ചില സംശയമാണ് പിന്നീട് പോലീസ് അറിയിക്കുകയും ആ പോലീസ് ഇത് വിശദമായി ആറന്മുള പോലീസ് അന്വേഷിച്ചതിന് ശേഷമാണ് ഈ കൃത്യമായി. ശശിധരൻ, ഈ ജയേഷും ഭാര്യ രശ്മിയും അവരിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ടോ? ആ രണ്ടുപേരെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും 2 കേസുകളാണ് എടുത്തുള്ളത്. രണ്ടും 2 കേസായിട്ട്. 1-ാം തീയതിയാണ് റാന്നി സ്വദേശി ഇവരുടെ കൈവശമാവുന്നത്. അതിനുശേഷമാണ് ആലപ്പുഴ സ്വദേശിയും ഇവർ വീട്ടിൽ കൊണ്ടുവന്ന് സമാനമായ രീതിയിൽ മർദ്ദിച്ച് ഹണി ട്രാപ്പിൽപ്പെടുത്തി മർദ്ദിച്ച് ഈ പണം കൗരുകയും ചെയ്തത്. എന്തായാലും 2 കേസായിട്ടാണ് പോലീസ് എടുത്തുള്ളത്. ഇത് ചലക്കുന്ന് കോഴഞ്ചേരി ഭാഗത്തായതുകൊണ്ട് തന്നെ ഇത് പോയിപ്പുറം സ്റ്റേഷന്റെ പരിധിയിലേക്ക് ആറന്മുള പോലീസ് കേസ് അങ്ങോട്ട് കൈമാറാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ഇവർക്ക് 2 പേർക്കും സൈക്കോ മനോനിലയുള്ള പ്രതികളാണെന്നാണ് പോലീസ് വെച്ചത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനം ഈ ചെറുപ്പക്കാർക്ക് ഏൽക്കേണ്ടി വന്നത് വളരെ ക്രൂരമായ ശരീരമാസകലം മുറിവേറ്റ നിലയിലും ഇരുമ്പ് വടി കൊണ്ട് അടിയേറ്റ നിലയിലും ഒപ്പം തലയ്ക്ക് കൈക്ക് വയറിനൊക്കെ ഗുരുതരമായ പല്ലുകൾക്ക് പോലും പരിക്കേൽപ്പോൾ ഈ മർദ്ദനം പറ്റ യുവാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് പുറത്ത് പറയാതിരുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അവരുടെ മാനഹാനിയെ കുറിച്ച് നാണക്കേട് ഓർത്തുമാണ് ഇവർ പറയാതിരുന്നത്. പിന്നീട് ആശുപത്രി ഡോക്ടർമാർക്ക് തോന്നിയ ചില സംശയങ്ങളാണ് പിന്നീട് ഈ കേസിന്റെ ചുരുളഴിയാനുള്ള കാരണമായി മാറുന്നത്. അങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് പോലീസ് എത്തി ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പ്രതികൾ വ്യക്തമാക്കുന്നത്. 2 പേരും പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ ജയേഷ്, രശ്മി ഇവര് ചെയ്ത ഈ ക്രൂരകൃത്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകമായ ഒരു മനോനില ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത്രത്തോളം പൈശാചികമായി മറ്റു മനുഷ്യരോടോ മൃഗങ്ങളോടോ ഒക്കെ ആയിക്കോട്ടെ ഇത്തരത്തിൽ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. അത്രത്തോളം വേദന മറ്റൊരാൾക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ഇവരെ കുറിച്ച് മറ്റ് വിവരങ്ങൾ പോലീസ് നമുക്ക് കൈമാറുന്നുണ്ടോ? ഇവരെന്ത് ജോലി ചെയ്തിരുന്ന ആളുകളാണ്? ഇവരുടെ പശ്ചാത്തലം എങ്ങനെയാണ്? അതേക്കുറിച്ചൊക്കെ തീർച്ചയായും ആ വിവരങ്ങളാണ് പോലീസ് ഇനി നേരത്തെ ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു സാധാരണ ഹണി ട്രാപ്പിൽ പെടുത്തുന്ന ആളുകളെ ഉപയോഗിച്ച് ഹണി ട്രാപ്പ് കണക്കിൽപ്പെടുത്തിക്കൊണ്ട് ഈ അവരുടെ പണം കവരുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചിലപ്പം ചെറിയ മർദ്ദനമൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ അതിലുപരിയായി ഈ സൈക്കോ മനോനിലയിലുള്ള ക്രൂരമായ മർദ്ദനം ജനനേന്ദ്രിയത്തിൽ 23 സ്റ്റാപ്ലർ യുവാക്കളുടെ ഹൃദയത്തിൽ അടിക്കുക, ഒപ്പം പെപ്പർ സ്പ്രേ ഈ ജനനേന്ദ്രിയത്തിൽ അടിക്കുക, ദേഹമാസകലം ഇരുമ്പ് വടികൊണ്ട് മർദ്ദിക്കുക, കയർ ഉപയോഗിച്ച് കൈകാലുകൾ, ഇതെല്ലാം ഇവർ 2 പേരുടെ ചേർന്നാണ് ചെയ്തത്. ഇവരുടെ സ്ഥാനത്തിലാണ് ചെയ്യുന്നത്. വീടിനുള്ളിൽ ജനലിൽ കെട്ടിത്തൂക്കിയതിനു ശേഷം ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിക്കുക. അങ്ങനെ ക്രൂരമായ മർദ്ദനം ഈ യുവാക്കൾ കേൾക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർക്ക് ഇക്കാര്യങ്ങൾ പുറത്തു പറയാനുള്ള മാനഹാനി ഓർത്തും നാണക്കേട് ഓർത്തുമാണ് ഇവർ പറയുന്നത്. പിന്നെ ഡോക്ടർമാർക്ക് തോന്നിയ സംശയം ഇത്തരം ഒരു മുറിവ് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം ചെയ്യലാണ് പിന്നീട് ഈ കേസിലേക്ക് എത്തുന്നത്. പോലീസ് വിശദമായി ഈ കേസ് അന്വേഷിക്കുകയാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് SP ഇടപെട്ടാണ് പത്തനംതിട്ട SP നേരിട്ടുള്ള അന്വേഷണമാണ് ഈ കേസ് നടക്കുന്നത്. എന്തായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യലുണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഈ സമാനമായ രീതിയിൽ ഇവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. തീർച്ചയായും ശശിനാരായണൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണയായി ഈ ഹണി ട്രാപ്പ് അത്തരത്തിലുള്ള കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിൽ ആളുകളെ വിളിച്ചു വരുത്തി അതിന് ഇരയാക്കപ്പെടുന്ന ആളുകളെ പ്ലാൻ ചെയ്ത് ട്രാപ്പ് ചെയ്ത് വിളിച്ചു വരുത്തി ദൃശ്യങ്ങളൊക്കെ എടുപ്പിക്കും, വീഡിയോകളൊക്കെ ചിത്രീകരിച്ച ശേഷം ഭീമമായ തുക ആവശ്യപ്പെടുകയാണ് പൊതുവെ ചെയ്യാറ്. അത്തരത്തിൽ പണം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഭീഷണിയാണ് പൊതുവെ മുഴക്കാറുള്ളത്. പക്ഷേ ഈ ദമ്പതികൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ ഇരയാക്കപ്പെട്ട ആളുകളെ. എന്തിനത് ചെയ്തു എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലേ? ഈ പണം ആവശ്യപ്പെട്ടിട്ട് നൽകില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണോ ഈ ക്രൂരപീഡനം ഈ യുവാക്കൾക്ക് മേൽ ഏൽപ്പിച്ചത്? ആ സാഹചര്യത്തെക്കുറിച്ച് സൂചനയുണ്ടോ നമുക്ക്?
അത്തരം വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ രണ്ട് യുവാക്കൾക്കും ഒരുപക്ഷെ ഫോൺ സന്ദേശത്തിലൂടെ ഈ യുവതിയുമായി ചില ബന്ധങ്ങൾ ഉണ്ടാവായിരിക്കാം. അത്തരം കാര്യങ്ങളായിരിക്കും ഈ രണ്ടുപേരും ഇവിടെ എത്താൻ കാരണം. കാരണം റാന്നി സ്വദേശിയെ ഈ യുവതി വിളിച്ചു വരുത്തുകയായിരുന്നു. അപ്പം നേരത്തെ മുൻകൂട്ടി ചിലപ്പോൾ ഒരുപക്ഷെ ഇവർക്ക് പരിചയമുണ്ടാകാം, ഒരുപക്ഷെ ഫോൺ സന്ദേശത്തിലൂടെ ഇവർ ഫോൺ സൗഹൃദം ഉണ്ടായിരിക്കാം, ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരിക്കലും അവിടെ വരാൻ സാധ്യതയില്ല. രണ്ടാമത്തെ ആലപ്പുഴ സ്വദേശി ബാംഗ്ലൂരിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പോകണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഈ ചലക്കുട്ടികളിലേക്ക് വിളിച്ചു വരുന്നത് ഭർത്താവാണ്, ജയേഷാണ് ഈ രണ്ടുപേരെയും ഇവരെ എത്തുന്ന സ്ഥലത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. തുടർന്നാണ് ഇത്തരത്തിലുള്ള മർദ്ദനം ഉണ്ടാകുന്നത്. എന്തായാലും ഈ മർദ്ദനമേറ്റ രണ്ട് യുവാക്കൾക്കും ഒരുപക്ഷെ ഈ യുവതിയുമായി, ദമ്പതികളിൽ ഒരാളായ രശ്മിയുമായി ഫോൺ സന്ദേശത്തിലോ എന്തെങ്കിലും ബന്ധങ്ങൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രണ്ടുപേരും ഇത്തരത്തിൽ ഇവിടെ വരാൻ സാധ്യത വളരെ കുറവാണ്. വിളിച്ച് വരുത്തുകയാണ് ചെയ്ത രണ്ട് യുവാക്കളും. എന്തായാലും രണ്ടുപേർക്കും ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടിരിക്കുന്നു. അവര് വലിയ രീതിയിലുള്ള മർദ്ദനം, അതായത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജന്മേന്ദ്രത്തിലൊക്കെ 23 സ്റ്റാപ്ലർ അടിക്കുകയാണെന്ന് പറയാൻ ക്രൂരമായ മർദ്ദനമാണ്. ഒപ്പം കെട്ടിത്തൂക്കി ഇരുമ്പ് വടികൊണ്ട് ദേഹമാസകലം മർദ്ദിക്കുന്നു. ഒപ്പം പല്ലുകൾക്കും മുഖത്തും കണ്ണുകൾക്കും എല്ലാം പരിക്കേൽക്കുന്നു. അങ്ങനെ ക്രൂരമായി രണ്ടുപേരെയും മർദ്ദിച്ച സമാനമായ രീതിയിലാണ്. പിന്നെ ഒപ്പം ഈ ലക്ഷ്മിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭർത്താവ് ആവശ്യപ്പെടുന്നു. അത് അഭിനയിക്കാൻ കാണിക്കുന്നു, എന്നിട്ട് അഭിനയിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നു. ഒപ്പം ഈ റാന്നി സ്വദേശി കഴിയുന്ന ഐഫോണും 19,000 രൂപയും കവർന്നു എടുത്തതിനു ശേഷം വളരെ അവശനായ നിലയിലാണ് ഈ യുവാവിനെ പിന്നീട് പുതുക്കുളം എന്ന സ്ഥലത്ത് കൊണ്ട് പുതുമൺ എന്ന ജംഗ്ഷനിൽ കൊണ്ട് ഇവരെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. പിന്നെ ഈ ഓട്ടോ തൊഴിലാളികളാണ് ആദ്യത്തെ റാന്നി സ്വദേശി യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അങ്ങനെ ഈ കേസ് എന്തായാലും ഒരു വലിയ വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ SP തന്നെ നേരിട്ടാണ് ഈ കേസ് അന്വേഷണത്തിലുള്ള അത്തരത്തിൽ കേസ് അന്വേഷിക്കുക. എന്തായാലും സമാനമായ രീതിയിൽ നേരത്തെയും ഇത്തരത്തിൽ ആൾക്കാർ ഇവരുടെ പ്രാപ്തി പെട്ടിട്ടുണ്ടെന്ന കാര്യം കൂടി പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. തീർച്ചയായും ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ ഈ കേസിൽ പുറത്തു വരേണ്ടതുണ്ട്. സൈക്കോ മനോനിലയുള്ള ദമ്പതികളാണ് ഈ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ജയേഷും രശ്മിയും എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിപൈശാചികമായി രണ്ട് യുവാക്കളെ ക്രൂരപീഡനത്തിന് ഇരയാക്കാൻ സാധിക്കില്ലല്ലോ സാധാരണ മനോനിലയുള്ള മനുഷ്യർക്കാർക്കും. അത്തരത്തിൽ സമാനതകളില്ലാത്ത, നമുക്ക് പറയാൻ പോലും വിവരിക്കാൻ പോലും കഴിയാത്ത അത്ര ക്രൂരമായ പീഡനമാണ് ഈ രണ്ട് യുവാക്കൾക്കും നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും SP നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. SP നേരിട്ട് ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സന്ദർശനം തുടരുകയാണ്. അസമിൽ ഇന്ന് 19,000 കോടിയിലധികം രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. 2 പൊതുയോഗങ്ങളിലും പങ്കെടുക്കും. ഇന്നലെ ഗുവാഹത്തിയിൽ എത്തിയ പ്രധാനമന്ത്രി ഭാരത് രത്ന ഡോക്ടർ ഭൂപൻ ഹസാരികയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നലെ പ്രധാനമന്ത്രി മണിപ്പൂരും സന്ദർശിച്ചിരുന്നു. രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. രാഗേഷ്, ഇന്നലെ നമ്മൾ കണ്ടതാണ് മണിപ്പൂരിൽ പ്രധാനമന്ത്രി എത്തിയത്. ഏറെ വാർത്താ പ്രാധാന്യമുള്ളൊരു സന്ദർശനം തന്നെയായിരുന്നു അത്. മിസോറാമിൽ അദ്ദേഹം എത്തിയിരുന്നു. അനവധി വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നിപ്പോൾ അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്, അസമിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമുണ്ട്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? 5 സംസ്ഥാന പര്യടനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 സംസ്ഥാന പര്യടനങ്ങൾ ഇപ്പോൾ പൂർത്തിയായി. ഒന്ന് മിസോറാമിലായിരുന്നു, രണ്ടാമത് മണിപ്പൂരിലായിരുന്നു. മണിപ്പൂരിൽ 2 വർഷത്തിനും 4 മാസത്തിനും ശേഷമുള്ള പര്യടനം. ആ സന്ദർശനത്തിൽ കലാപം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. പക്ഷേ ചർച്ചയിലൂടെ മാത്രമേ സമാധാനം ഉണ്ടാവൂ, അത് ഉറപ്പിക്കാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇന്ന് അസമിലാണ് പ്രധാനമന്ത്രിയുടെ പര്യടനം. ഏതാണ്ട് 18,230 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി അവിടെ നിർവഹിക്കാൻ പോകുന്നത്. ഇന്നലെ മണിപ്പൂരിൽ സന്ദർശനത്തിന് പ്രാധാന്യം 2 വർഷത്തിന് ശേഷം, കലാപം നടന്നതിന് ശേഷമുള്ള ആദ്യമായി അദ്ദേഹം അവിടെ എത്തുന്നു എന്നുള്ളതായിരുന്നെങ്കിൽ ഇനി ഉള്ള 3 സംസ്ഥാനങ്ങളുടെ പ്രത്യേകത രാഷ്ട്രീയമാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പാണ്. കാരണം അസമിൽ കേരളത്തിനൊപ്പം 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി പോകാനിരിക്കുന്ന 2 സംസ്ഥാനങ്ങൾ, ഒന്ന് ബീഹാറും മറ്റൊന്ന് പശ്ചിമ ബംഗാളുമാണ്. ബംഗാളിലും കേരളത്തിനൊപ്പമാണ് തെരഞ്ഞെടുപ്പ് നടക്കാറ്. 2026 തന്നെയാണ് അവിടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ്. ബീഹാർ തെരഞ്ഞെടുപ്പ് 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനം വരും. അപ്പോൾ ഈ 3 സംസ്ഥാനങ്ങളിലാണ് ഇനി പ്രധാനമന്ത്രി പോകാൻ പോകുന്നത്. ഇതിൽ തന്നെ അസമിൽ
18,230 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഇപ്പോൾ നിർവഹിക്കാൻ പോവുകയാണ്. അതിൽ തന്നെ ദരാങ്ങിലെ മെഡിക്കൽ കോളേജിന്റെ തറക്കല്ലിട ചടങ്ങ് പ്രധാനമന്ത്രി നിർവഹിക്കും. ഒപ്പം ബ്രഹ്മപുത്രയ്ക്ക് കുറുകെയുള്ള ഒരു പ്രധാനപ്പെട്ട പാലം, പ്രദേശത്തെ ഏറ്റവും തന്ത്രപ്രധാനമെന്ന് വിശേഷിപ്പിക്കുന്ന പാലം അടക്കമുള്ള വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോവുകയാണ്. അങ്ങനെ അതിനുശേഷമാണ് ബീഹാറിലും ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലേക്കും പ്രധാനമന്ത്രി പോകുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്ത സംസ്ഥാനങ്ങൾ എന്നതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ രണ്ടിടങ്ങളിലെയും സന്ദർശനം ഉണ്ട്. പ്രത്യേകിച്ച് ബീഹാറിൽ ഇത്തവണ ഇന്ത്യ സഖ്യം വലിയ പോരാട്ടം കാഴ്ചവെക്കുന്നു. അവിടെ ഒരു യാത്ര അത് വലിയ വിജയമായി എന്ന വിലയിരുത്തൽ ഇന്ത്യ സഖ്യത്തിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനത്തിനും ഏറെ പ്രാധാന്യം വരുന്നത്. തീർച്ചയായും രാഗേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. തിക്കും തിരക്കും ഏറിയതോടെ പെരുമ്പല്ലൂരിലെ പര്യടനം ഒഴിവാക്കി TVK അധ്യക്ഷൻ വിജയ്. അർദ്ധരാത്രിയും ആയിരങ്ങൾ എത്തിയതോടെ വാഹനത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത സാഹചര്യമായി. ഇതോടെ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങുകയായിരുന്നു. പെരുമ്പല്ലൂരിൽ മറ്റൊരു ദിവസം വിജയ് പര്യടനം നടത്തും. അതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പുകഴ്ത്തി രജനീകാന്ത് രംഗത്തെത്തി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നക്ഷത്രമാണ് സ്റ്റാലിൻ എന്നാണ് രജനിയുടെ പ്രസ്താവന. രാഗേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. രാഗേഷ്, നമ്മൾ കണ്ടതാണ് എത്രത്തോളം വലിയ ജനസാഗരമായിരുന്നു വിജയുടെ പര്യടനത്തിൽ ഇന്നലെ എത്തിയത് എന്നുള്ളത്. വിജയ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ കാണുവാൻ എത്തുന്ന ആരാധകർ അത് പൊളിറ്റിക്കൽ വോട്ടായി മാറ്റാൻ കൂടി വിജയ്ക്ക് സാധിക്കും എന്നുള്ളത് ഇന്നലത്തെ പര്യടനം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ്. അത് മറ്റുള്ള കക്ഷികളെ തെല്ലല്ലാതെ ഒന്ന് ആവലാതിപ്പെടുത്തിയിട്ടുണ്ടാകാം സ്വാഭാവികമായും. അതിനിടെ രജനീകാന്തിൻ്റെതായി എത്തുന്ന ഈ പ്രസ്താവന അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ടല്ലോ. എതിരാളികൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ജനക്കൂട്ടം അത് ആകർഷിക്കുന്നുണ്ട് വിജയുടെ റാലിയെ, യാത്രയെ. കാരണം ഇന്നലെ രാവിലെ 9 കൂടിയാണ് വിജയ് തിരുച്ചിറപ്പള്ളിയിൽ എത്തിയത്, ട്രിച്ചിയിലെത്തിയത്. സ്വാഭാവികമായും 10:35 കൂടിയാണ് യാത്ര, അല്ലെങ്കിൽ അതിന് പൊതുയോഗത്തിന്റെ 25 മിനിറ്റ് വിജയ് സംസാരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ വിമാനത്താവളത്തിൽ നിന്ന് ഈ പൊതുയോഗം നടക്കുന്ന സ്ഥലത്തേക്ക് ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരം പിന്നിടാൻ വേണ്ടി വന്നത് 4 മണിക്കൂർ സമയമാണ്. അത്രത്തോളം ജനക്കൂട്ടം വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്നു. റോഡിന്റെ ഇരുവശത്തുമായി തടിച്ചുകൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ വിജയ് ഈ യോഗത്തെ, ആദ്യ പൊതുയോഗത്തെ, തിരുച്ചിറപ്പള്ളിയിലെ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തത് വൈകിട്ട് 2:55 അപ്പോൾ സ്വാഭാവികമായി അവിടെ തന്നെ വലിയ കാലതാമസമുണ്ടായി. അതിനുശേഷം 2 പരിപാടികൾ, 2 ജില്ലയിലാണ് പരിപാടികൾ നിശ്ചയിച്ചിരുന്നത്. ഒന്ന് അരിയാലൂരിലും ഒപ്പം തന്നെ പേരമ്പല്ലൂരിലുമായിരുന്നു. ഇതിൽ അരിയാലൂരിൽ 4 മണിക്ക് നിശ്ചയിച്ച പരിപാടി കഴിയാൻ 8 മണിയായി. അതിനുശേഷം വിജയ് പേരമ്പല്ലൂർ എത്തുമ്പോഴേക്കും രാത്രി 12 കഴിഞ്ഞിരുന്നു. അപ്പോഴും വലിയ തോതിൽ ജനക്കൂട്ടം വിജയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിജയുടെ വാഹനത്തിന് മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് യാത്ര അവസാനിപ്പിക്കുകയാണ്. അവിടെ വിജയ് സംസാരിച്ചില്ല. യാത്ര അവസാനിപ്പിച്ച് ചെന്നൈയിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ഏതായാലും എതിരാളികൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വലിയ തോതിലുള്ള ജനക്കൂട്ടം ആകർഷിക്കുന്നുണ്ട് വിജയെ. അത് ആരി സൂചിപ്പിച്ചപ്പോൾ തന്നെ വോട്ടാക്കി മാറ്റാൻ ഉള്ള ശ്രമത്തിലാണ് TVK. അങ്ങനെ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും MK സ്റ്റാലിൻ ഇന്നലെ കരൂരിൽ DMKയുടെ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കെ TVKയുടെ ഈ യാത്രയെ, വിജയുടെ ഈ യാത്രയെ പേര് പരാമർശിക്കാതെ വിമർശിച്ചു. അതിലൊന്ന് അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, DMK ഒരു പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ പാർട്ടിയാണ്. അതിന് കാരിമ്പിന്റെ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ എതിരാളികൾക്കും പുതിയ എതിരാളികൾക്കും അതിനെ തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, മറ്റു പാർട്ടികളെ പോലെ വെറും ആൾക്കൂട്ട പാർട്ടിയല്ല DMK എന്നുകൂടി സ്റ്റാലിൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് വിജയുടെ യാത്രയ്ക്കുള്ളൊരു പരിഹാസവും മറുപടിയും ഒക്കെ തന്നെയാണ്. ഇതിനിടയിൽ തന്നെയാണ് രജനീകാന്തും ഇത്തരത്തിൽ സ്റ്റാലിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. അതിൻ്റെ ഒരു സമയം, ടൈമിംഗ് എന്ന് പറയുന്നത് വിജയുടെ യാത്ര തുടങ്ങിയ ദിവസമാണ്. മാത്രമല്ല, അതോട് കൂട്ടിച്ചേർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴായി രാഷ്ട്രീയത്തിൽ വരുമെന്ന് പറയുകയും പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ച നേതാവ് കൂടിയാണ് രജനീകാന്ത്. അപ്പോൾ വിജയുടെ യാത്ര തുടങ്ങിയ ദിവസം തന്നെയാണ് സ്റ്റാലിനെ പ്രശംസിക്കാൻ രജനീകാന്ത് തെരഞ്ഞെടുത്ത സമയം എന്നുള്ളതും ഏറെ പ്രത്യേകതയുണ്ട്, പ്രാധാന്യം. അതെ, തീർച്ചയായും. രാഗേഷാണ് സമഗ്ര വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ന്യൂസ് ട്രെൻഡ്സ്.